ആള് വന്ന് നോക്കിക്കഴിഞ്ഞു. അല്ലാഹുവേ, അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, അബൂബക്കർ തങ്ങളെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരുവോ? ഈ അവസാന സമയം, ലോകത്ത് നിന്ന് യാത്ര പറയുന്ന അവസാന സമയം, എന്തെങ്കിലും ഒരു ഉപദേശം ഞങ്ങൾക്ക് തരുമോ? ആ സമയത്ത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രണ്ട് ഉപദേശമാ കൊടുത്തത്. ഈ സദസ്സിലിരിക്കുന്നവര്, ലോകത്ത് കടന്നു വരുന്ന അവസാന മനുഷ്യനും പഠിക്കാൻ കഴിയുന്ന രണ്ട് ഉപദേശമാ. ആ മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അവിടുന്ന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുവോ സഹാബാ? അല്ലാഹു ദുനിയാവ് വിശാലമാക്കി തരും, അല്ലാഹു ദുനിയാവ് വിശാലമാക്കി തരും, പണവും സമ്പാദ്യവുമെല്ലാം അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് തരും. പക്ഷേ നിങ്ങളതിൽ കുറച്ചു മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അവിടെന്ന് പറയുകയാ, നിങ്ങൾ കുറച്ച് സ്വീകരിക്കാൻ പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, മുഫസ്സിരീങ്ങൾ പറയുകയാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം സഹോദരാ. സർവ്വതും വാരിക്കൂട്ടാനുള്ള മോഹമല്ല, സർവ്വതും വാരിക്കൂട്ടാനുള്ള മോഹമല്ല. പടച്ചവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കു സഹോദരാ. എന്നിട്ട് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രണ്ടാമത് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? മറന്നു പോകരുത്, മറന്നു പോകരുത്. ഈ 10 മണി സമയത്ത് ഇവിടെ വന്നിരിക്കുന്നവരോട് പറയുകയാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മരണത്തിന്റെ അവസാന സമയത്ത് സ്വഹാബത്തിന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബാ, സുബഹി നമസ്കാരം കളയാക്കല്ലേ. അബൂബക്കർ തങ്ങൾ മരിക്കുന്ന അവസാന സമയം മുത്തുനബിയും അത് തന്നെയല്ലേ പറഞ്ഞത്? തന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിച്ച് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോ മുത്തുനബിയുടെ ചുണ്ടുകൾ ചലിക്കുകയാ. എന്തേ പറഞ്ഞത്? എന്തേ പറഞ്ഞത്? ഉമ്മത്തി അസ്സലാ, നമസ്കാരത്തിന്റെ കാര്യമാണ് മുത്തുനബി ഓർമ്മപ്പെടുത്തിയത്. അബൂബക്കർ തങ്ങൾ പനി പിടിച്ചിട്ട് 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറയുന്ന അവസാന സമയത്ത് സുബ്ഹാനല്ലാഹ്, മഹാനവറുകളും അവിടെ നിന്ന് പറഞ്ഞു തന്നത്, നിങ്ങൾ സുബഹി നമസ്കാരം ഉപേക്ഷിക്കല്ലേ, സുബഹി നമസ്കാരം ഉപേക്ഷിക്കല്ലേ. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു പോയല്ലോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, മൻ സല്ല സുബ്ഹ ഫീ ദിമ്മത്തില്ലാഹ്, പടച്ചവനെ, സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാ പിന്നെ യാതൊരു പേടിയും വേണ്ട. സുബഹി കിട്ടിയവൻ രക്ഷപ്പെട്ടു, സുബഹി നമസ്കരിച്ചവൻ രക്ഷപ്പെട്ടു. കാരണം ഫീ ദിമ്മത്തില്ലാഹ്, അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കും. സഹാബാ, മുത്തുനബിയല്ലേ പറഞ്ഞത്? സുബഹി നമസ്കരിച്ചവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഒരു ദിവസം സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ അവൻ യാതൊന്നിനെയും ഭയപ്പെടണ്ട. അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, സുബഹി നമസ്കരിച്ചവനെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ, സുബഹി നമസ്കരിച്ചവനെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ. കാരണം സുബഹി നമസ്കരിച്ചവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തവന് വേദനിപ്പിച്ചാൽ നാളെ മുഖം കുത്തിയവനായ രീതിയിൽ അല്ലാഹു നിന്നെ നരകത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ